ഓർമ്മകളിലെ ഓണക്കാലത്തെക്കുറിച്ച് ഓണ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് എഴുത്തുകാരിയും ചിത്രകാരിയും സാമൂഹിക പ്രവർത്തകയുമായ PK ഭാഗ്യലക്ഷ്മി ടീച്ചർ. സുന്ദരമായ മാടായിപ്പാറയിലെ ഓണപ്പൂക്കൾ തേടിയുള്ള ഓണയാത്രയിൽ ഓണപ്പൂക്കളമൊരുക്കുന്ന മധുര ഓർമ്മകൾ സംഭാഷണത്തിൽ ഉടനീളം കാണാമായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വന്ന ഓണക്കാലത്തിൻ്റെ സംഭവിച്ച മാറ്റങ്ങളിലൂടെ ടീച്ചർ കടന്നുപോവുകയാണ് ഓരോ സംഭാഷണങ്ങളിലൂടെയും. കച്ചവട ആധിപത്യത്തിൻ്റെ പരസ്യകേന്ദ്രങ്ങളായി ഓണക്കാലങ്ങൾ എത്തി നിൽക്കുന്നു എന്നോ ഈ കാലത്തെയും ടീച്ചർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്കുള്ള യാത്രകൾ സമ്മാനിച്ച അനുഭവങ്ങൾ ആസ്വാദകർക്കായി തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ എത്തിക്കുവാനും ടീച്ചർ മറന്നിട്ടില്ല. എരിവിഴത്തിൻ്റെ പൂക്കളും ചെടികളും നിറഞ്ഞ് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന തൻ്റെ വീട്ടിലിരുന്ന് വർത്തമാന ന്യൂസിൻ്റെ ഓണക്കാല ഓർമ്മകൾ എന്ന പരിപാടിയിൽ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ടീച്ചർ. പറയുകയാണെങ്കിൽ പഴയകാല ഓണം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓണമായിരുന്നു. കാർഷികമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കേരളത്തിലെ എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളും ഉണ്ടായിരുന്നത്. എന്നാൽ അത് മാറി ഇന്ന് വിപണിയുടെ ഓണമായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. പഴയ കാലത്തെ ഓണം കുട്ടിക്കാലത്ത് ആസ്വദിച്ച ഓണായിരുന്നു. അതുപോലെ നമ്മൾക്കിപ്പോ മുതിർന്നത് കൊണ്ടാണോ എന്നറിയില്ല, അങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് എന്താ സങ്കടകരമായിട്ടുള്ളൊരു അനുഭവമായിട്ട് തോന്നുന്നു. നമ്മൾക്ക് മാടായിപ്പാറ അടുത്തുള്ളത് കൊണ്ട് തന്നെ ഓണം പൂക്കളുടെ സമൃദ്ധിയായിട്ടുള്ള ഒരു ഓണമായിരുന്നു. കാരണം പാറ നിറയെ, ഇന്നത്തെ അവസ്ഥയായിരുന്നില്ല, അന്ന് പാറ നിറയെ ആൾക്കാർ വളരെ കുറവ്, വാഹനങ്ങൾ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ കുട്ടികൾ മുഴുവൻ ഇല കൊണ്ട് കുമ്പിള് ആക്കിയിട്ട്, ഈർക്കിൽ കൊണ്ട് ഇങ്ങനെ തുന്നിക്കൂട്ടി കുമ്പിളാക്കിയിട്ട് അതിൽ നിറയെ പലതരം പൂക്കള്, പ്രത്യേകിച്ച് കാക്കപ്പൂ, കൃഷ്ണപ്പൂ, അതുപോലെ ചെക്കി, കാട്ടുചെക്കിയുടെ പൂക്കള്, അങ്ങനെ പാറയിൽ നിന്ന് കിട്ടുന്ന പലതരം പൂക്കള് ശേഖരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന്, അതുപോലെ തന്നെ വീടുകളിലുള്ള പൂക്കളും. ഇപ്പൊ പൂക്കളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പൂരത്തിനും പൂക്കൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പൂരത്തിന് കൃത്യമായിട്ട് ഇന്നതരം പൂക്കളെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുണ്ട്. പക്ഷെ ഓണത്തിന് അങ്ങനെയല്ല, എല്ലാ തരത്തിലുള്ള പൂക്കളും. കാരണം പൂക്കൾ അത്ര സമൃദ്ധിയായിട്ട് നമുക്ക് കേരളത്തിൽ പ്രത്യേകിച്ചിട്ട് വസന്തകാലം പ്രത്യേക മാസങ്ങളായിട്ട് ഇല്ലെങ്കിലും നമ്മൾക്ക് ഈ ചിങ്ങം വസന്തമായിട്ട് നമുക്ക് തോന്നും. കർക്കിടകത്തിലെ പഞ്ഞമാസം കഴിഞ്ഞ് ഇപ്പോഴ് നമ്മൾക്ക് പഞ്ഞമാസം എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് കുട്ടികൾ ചോദിക്കുന്ന അവസ്ഥയാണ്. പഴയ കാലത്തെ കർക്കിടകം പഞ്ഞമാസത്തിന്റെ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിലായിരുന്നു. ഭക്ഷണം കഴിക്കാൻ ഒന്നും ഇല്ലാത്തൊരവസ്ഥയില് അത്ര മഴ, കറുത്ത മൂടിക്കെട്ടിയ ആകാശവും മഴയും, അങ്ങനെ പെരുമഴ കാലം കഴിഞ്ഞ് തെളിഞ്ഞു വരുന്ന മനോഹരമായിട്ടുള്ള വസന്തകാല പ്രകൃതി പുഞ്ചിരിച്ചുകൊണ്ട് പൂക്കൾ നിറയെ വിരിഞ്ഞു നിൽക്കുന്ന ഓണം മനസ്സിലേക്ക് ആ ഇളം വെയിലും പൂക്കളും അതീവ സന്തോഷം തരുന്ന ഒരു അപ്പോ ഈ കാലത്ത് ശരിക്ക് ദാരിദ്ര്യം മിക്കവാറും എന്ന് പറഞ്ഞാൽ പണത്തിന്റെ ആധിക്യം ആരും ഉള്ളവർ തന്നെ പ്രകടിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയ ഉടുപ്പുകൾ കിട്ടുന്നത് ഈ പറഞ്ഞതുപോലെ ഓണത്തിനും വിഷുവിനും മാത്രമാണ്. പുതിയ ഉടുപ്പുകളും അതേപോലെ തന്നെ രുചികരമായിട്ടുള്ള ഇഷ്ട ഭക്ഷണവും, അത് എല്ലാവരും കൂടിച്ചേർന്ന് കഴിക്കുമ്പോഴുള്ള ഒരു സുഖവും. അപ്പോ ഇന്നത്തെ പോലെ ആദ്യകാലത്തൊന്നും ഇങ്ങനെ മാംസം അല്ലെങ്കിൽ മത്സ്യം ഓണ വിഭവങ്ങളിൽ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് അതെല്ലാം കൂടിച്ചേർന്ന് വന്നത്. ഇപ്പൊ നാട്ടിലെ പച്ചക്കറികൾ ഉപയോഗിച്ച് അതീവ രുചികരമായിട്ട് ഉള്ള ഭക്ഷണം എല്ലാവരും കൂടിയിരുന്ന് വാഴ ഇലയില് എല്ലാം വിളമ്പി ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതിന്റെ ഒരു രുചി ഓണത്തിന്റെ ഒരു ഓർമ്മയായിട്ട് നിൽക്കുന്നു. അതേപോലെ തന്നെ എല്ലാ കൂട്ടുകാരോടൊത്ത് പാറ മുഴുവൻ അലഞ്ഞ് പൂക്കൾ ശേഖരിച്ചിരിക്കുന്ന ആ ഒരു മധുരമായിട്ടുള്ള ഓർമ്മയും നമ്മുടെ മനസ്സിൽ മായാതെ ഉണ്ട്. ഇന്ന് അതുകൊണ്ട് തന്നെ ഇന്ന് ഓണം പൂർണ്ണമായിട്ട് വിപണിയുടെ കയ്യിലാണ്. അത് നമ്മൾ അതിന്റെ പരസ്യത്തിന് അടിമപ്പെട്ട് അറിയാതെ തന്നെ വിപണിയോടൊപ്പം നമ്മള് പോകുന്നു എന്നുള്ളതാണ്. പൂക്കളൊക്കെ, എല്ലാ പൂക്കളും, മിക്കവാറും ആൾക്കാര് പൂക്കള് വാങ്ങിയിട്ട് ഉള്ള ഓണമായിട്ട്. അതുകൊണ്ട് തന്നെ പൂവും മാർക്കറ്റ് ഏറ്റവും സജീവമാവുന്നത് ഈ ഒരു സമയത്താണ്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പൂക്കള് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് കേരളത്തിലാണ്. അപ്പൊ അതേപോലെ തന്നെ മദ്യവും പൂക്കളും എല്ലാം സജീവമായിട്ട് ഉപയോഗിക്കുന്ന, അതുപോലെ തന്നെ വസ്ത്രങ്ങൾ, പരസ്യത്തിൽ മുങ്ങിപ്പോകുന്ന ആളുകള് ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഓണം കഴിയുമ്പോഴത്തേക്ക് പോക്കറ്റ് കാലിയാവുന്ന അവസ്ഥയാണെങ്കിലും
എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മനുഷ്യൻ സന്തോഷിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു ഒരു ഭാവത്തിന്റെ ഒരു സന്തോഷകരമായിട്ടുള്ള അനുഭവം തന്നെയാണ്. അതുകൊണ്ട് പിന്നെ പറയാനുള്ള ലോകത്തിലുള്ള മലയാളികള്, നമ്മളെ കേരളത്തിനകത്തു നിന്നുകൊണ്ടല്ല പുറത്തുള്ള മലയാളികളാണ് ശരിയായിട്ട് ഓണം വളരെ പഴയ രീതിയിൽ ഗൃഹാതുരത്വത്തോടെ ആഘോഷിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പഴയ കാലത്തെ എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളും അവര് ചെയ്യുന്നുണ്ട്. ഓണവുമായി ബന്ധപ്പെട്ട ധാരാളം ചൊല്ലുകൾ തന്നെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ധാരാളം ഫോക്ക് ആഘോഷങ്ങളും ഓണത്തപ്പൻ പോലുള്ള പ്രത്യേകിച്ച് തെക്കും വടക്കും കേരളത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ആഘോഷങ്ങളാണ് ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ആഘോഷങ്ങൾ ഇപ്പോഴ് പുതിയ തരത്തിലുള്ള ആഘോഷങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ട്. എന്തായാലും സന്തോഷത്തിൻ്റെതാണ് ഈ ഓണക്കാലം. ഗൃഹാതുരത്വത്തിൻ്റെ നല്ല ഓർമ്മകൾ ഓണക്കാലത്തെക്കുറിച്ച് പങ്കുവെക്കാനുണ്ട് ടീച്ചർക്ക്. ഭാഗ്യലക്ഷ്മി ടീച്ചറോടൊപ്പം വർത്തമാന ന്യൂസിന് വേണ്ടി രാജേശ്വരപുരം. അവസ്ഥയെല്ലാം മാറി മാറി വരുന്നു. മഴയെ ഭീതിയോടെ മാത്രമേ ഇപ്പോൾ കാണാൻ പറ്റുന്നുള്ളൂ. വയനാടൻ ദുരന്തം, അതിൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. എന്നാലും പ്രതീക്ഷയാണ് മനുഷ്യനെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് ഈ ഓണക്കാലത്ത് ഈ ചിങ്ങമാസ വെയില് പരക്കുന്ന ഈ വേളയിൽ എല്ലാ മലയാളികൾക്കും ലോകത്തിലുള്ള എല്ലാ മലയാളികൾക്കും സന്തോഷപ്രദമായിട്ടുള്ള ഓണാശംസകൾ നേരുന്നു. ഓണം വന്നേ, ഓണം വന്നേ, മലനാട്ടിൽ നന്മ വിതയ്ക്കാൻ ഓണം വന്നേ. തിരുവോണപ്പാട്ടുപാടാം, തുണി കൊട്ടി താളമടിക്കാം, തിരുവോണത്തപ്പന് മുന്നിൽ തിരുവാതിരയാം.